Welcome back to our channel CBC Tricks. Now we are going to learn social science. Oh, sorry, I'm Fatima Hanya. I'm going to take the social science. First, we are going to learn first chapter of economics development. Now we can go to chapter. Are you ready? Okay, we can go to chapter. First of all, do you know what is development? അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ എന്താണ് ഡെവലപ്മെന്റ്? എല്ലാവരും കേൾക്കുന്നതാണ് എന്താണ് ഡെവലപ്മെന്റ്. വികസനം എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്മെന്റിലേക്ക് പോകാം. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ഡെവലപ്മെന്റ് ഇസ് എ പ്രോസസ് ദാറ്റ് ക്രിയേറ്റ് ഗ്രോത്ത്, പ്രോഗ്രസീവ് ആൻഡ് പോസിറ്റീവ് ചേഞ്ച്. അപ്പോൾ എന്താണ് ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റ് ഇസ് എ പ്രോസസ് that creates growth, progress and positive positive changes. Okay, we can now look to the development. What development promise? അതായത് ഡെവലപ്മെന്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. കാരണം എന്താണ് ഗ്രോത്ത്, അതായത് വളർച്ചയെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് ഡെവലപ്മെന്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വാട്ട് ഡെവലപ്മെന്റ് പ്രോമിസ്, എന്താണ് ഡെവലപ്മെന്റ് പ്രോമിസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം എല്ലാവർക്കും അറിയാം എന്താണ് ഡെവലപ്മെന്റ്. ഓരോ പീപ്പിൾസിനും വ്യത്യസ്തമായ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് ഉണ്ടാവുക. ഒരാൾക്ക് വികസനത്തെ കുറിച്ച് പറയുന്നതല്ലായിരിക്കും മറ്റൊരാൾക്ക് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ അയാൾക്ക് കുറേ പണം വേണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് അത് വേണ്ടായിരിക്കും. അവർക്ക് എന്താണ് അന്നന്ന് ജീവിക്കാൻ പോകുന്ന ആ ഒരു ക്യാഷ് മതി, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഗോൾസ് ആണ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്താണ് വാട്ട് ഡെവലപ്മെന്റ് പ്രോമിസ്? ഡിഫറെൻറ്റ് പീപ്പിൾ ഹാസ് ഡിഫറെൻറ്റ് ഡെവലപ്മെന്റ് ഗോൾസ്. ഫസ്റ്റ് പോയിന്റ് ആണ് ഡിഫറെൻറ്റ് പീപ്പിൾ ഹാസ് ഡിഫറെൻറ്റ് ഡെവലപ്മെന്റ് ഗോൾസ്. സെക്കൻഡ് വൺ, ഡെവലപ്മെന്റ് ഫോർ വൺ പീപ്പിൾ മേ നോട്ട് ബി ദ ഡെവലപ്മെന്റ് ഫോർ അതേഴ്സ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്താണ് ഡെവലപ്മെന്റ്, അതായത് ഡെവലപ്മെന്റ് എന്നുള്ള ഓരോ പീപ്പിൾസിനും വ്യത്യസ്തമായിട്ടുള്ള ഡെവലപ്മെന്റ് ഗോൾസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഡെവലപ്മെന്റ് ഗോൾസും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക്. Okay, next we are going to learn the second subtitle of the chapter, income and other goals. ഇൻകം ആൻഡ് അതർ ഗോൾസ്. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ, എന്താണ് ഇൻകം അല്ലാത്ത മറ്റ് ഗോൾസ് എന്താണെന്ന്. ഇൻകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇൻകം നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു തിങ് ആണ്. അതായത് മണി ദാറ്റ് വി ക്യാൻ ഹോൾഡ് ഇൻ ഹാൻഡ്സ് ഇസ് കോൾഡ് ഇൻകം. പിന്നെ അതർ ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മണിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ഗോൾസ് നമ്മുടെ കൺട്രിയിലുണ്ട്. അപ്പോൾ നമുക്ക് അതും പഠിക്കണം. ഫസ്റ്റ് ഇന്ന് തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ പീപ്പിൾസിനും എന്താണ് ആവശ്യം, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അവർക്ക് ഓടി വരുന്നത് എന്താണ്, ഇൻകം, മണിയാണ് എല്ലാതും എന്നാണ് ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ മണിനെക്കാളും പ്രധാനമായിട്ടുള്ള മറ്റ് ഗോൾസ് നമ്മുടെ കൺട്രിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തുണ്ട്. ഫസ്റ്റ് ഗോളാണ് എന്ത്, ഈക്വൽ ട്രീറ്റ്മെന്റ്. ഈക്വൽ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും അറിയാം എന്താണ് ഈക്വൽ ട്രീറ്റ്മെന്റ്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതായത് ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റീസ് ആയാലും നമ്മുടെ ജനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത്, അതിനൊക്കെ ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് എവിടെ വേണം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമാണ്. പിന്നെ ഫ്രീഡം, ഈക്വൽ ഫ്രീഡം ആണ് നമുക്ക്. എല്ലാവർക്കും ഒരേപോലത്തെ ഫ്രീഡം ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ കൺട്രിയിൽ ജീവിച്ചു പോയിട്ട് ഒരു കാര്യമല്ല. ഈക്വൽ ഫ്രീഡം ഇപ്പം മെൻസിനായാലും വുമൻസിനായാലും ഫ്രീഡത്തിന് ഒരു ഇനീക്വാലിറ്റി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വേജസ് ആർക്കാണ് കൂടുതൽ, എപ്പോഴും മെൻസിന് തന്നെയാണ് വേജസ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഇപ്പം അതൊക്കെ മാറ്റിയിട്ടുണ്ട്, ഇപ്പം ഫ്രീഡം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഗോളാണ് എന്ത്, സെക്യൂരിറ്റി. സെക്യൂരിറ്റി അറിയാമല്ലോ, നമുക്ക് സുരക്ഷിതത്വമാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് നല്ല സുരക്ഷിതത്വമാണ്. കൂടുതൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു തന്നെ ഗോൾ തന്നെയാണ് എന്ത്, സെക്യൂരിറ്റി. ഗേൾസിനൊക്കെ പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഇല്ലാണ്ട് പോകുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യം തന്നെ. അപ്പോൾ എന്താണ് ഈക്വൽ സെക്യൂരിറ്റി നമുക്ക് വേണം. പിന്നെ ഒരു ഗോളാണ് എന്ത്, റെസ്പെക്ട് ഫോർ അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം. നമ്മളെ ബഹുമാനിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവരെയും ബഹുമാനിക്കണം. നമ്മൾ ആരെങ്കിലും ബഹുമാനിച്ചാലേ നമുക്ക് ഇങ്ങോട്ടും ബഹുമാനം കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഏറ്റവും ഇൻകത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന കുറേ അതർ ഗോൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈക്വൽ ട്രീറ്റ്മെന്റ്,
second one freedom, third one security, and fourth one respect for others. അപ്പോൾ ഈ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇൻകം ആൻഡ് അതർ ഗോൾസ് എന്ന് വെച്ചാൽ. Okay, now we are going to next subtitle, national development. ഡെവലപ്മെന്റിലെ മൂന്നാമത്തെ സബ് ടൈറ്റിലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നാഷണൽ ഡെവലപ്മെന്റ്. നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് എന്താണ് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് നാഷണൽ ഡെവലപ്മെന്റ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഡിഫറെൻറ്റ് പീപ്പിൾസ് ഹാവ് ഡിഫറെൻറ്റ് നാഷണൽ ഗോൾസ്, അല്ലെങ്കിൽ എന്താണ് ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് നാഷണൽ ഗോൾസ്. അപ്പോൾ ഓരോ വ്യക്തിക്കും നമ്മുടെ രാജ്യം എങ്ങനെ വികസിക്കണം എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവും. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ നാഷണൽ ഡെവലപ്മെൻറ്റുമായിട്ട് നമ്മുടെ കൺട്രി എന്തൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നമുക്ക് അതിനെ സെറ്റപ്പ് ചെയ്യാത്തുണ്ട്, എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ പഠിക്കുന്നതിനാണ് പറയുന്നതാണ് നാഷണൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന്. അപ്പോൾ ഡിഫറെൻറ്റ് people have different as well as conflicting nations of a country's development. ഓരോ വ്യക്തിക്കും കൺട്രിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. മാത്രമല്ല ഡിഫറെൻറ്റ് ഗോൾസും അവർക്കുണ്ട്. ഒന്നാമത് നമ്മൾ നാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കൺട്രി എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ നാഷണൽ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുക. ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, നാഷണൽ ഇൻകം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനവും നടക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രീസ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ജോബ് കിട്ടും. ഇപ്പോൾ ജോബ് കിട്ടണമെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് വരുമാനം കൂടുമ്പോൾ എന്താണ്, നാഷണൽ ഇൻകം സ്വാഭാവികമായിട്ട് കൂടും. നാഷണൽ ഇൻകം കൂടുമ്പോൾ എന്താണ്, നമ്മുടെ കൺട്രി എന്ത് ചെയ്യും, വികസിക്കും. അപ്പോൾ അതാണ് എന്ത്, നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നാഷണൽ ഡെവലപ്മെൻറ്റിൽ പിന്നെ നമുക്ക് കൊണ്ടുവരാവുന്നതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു രാജ്യത്തുണ്ട് അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ ഉണ്ട് എന്ന് വെച്ചാൽ അവിടെ എന്താണ്, നാഷണലി ഡെവലപ്ഡ് ആണ് ആ കൺട്രി. പിന്നെന്താണ്, നല്ലൊരു ഹെൽത്ത്, അതായത് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കൺട്രി വികസിച്ചു. അപ്പോൾ ഏതൊക്കെയാണ് സിസ്റ്റം, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഈ രണ്ട് പോയിന്റാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഹെൽത്ത്, നല്ലൊരു ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഉണ്ടായാൽ നമ്മുടെ കൺട്രി ഡെവലപ്പ് ആവും. കാരണം കൂടുതൽ പോഷകാഹാരങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ രോഗികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫ്യൂച്ചറാണ് എന്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. നെക്സ്റ്റ് ആണ് എന്ത്, നാഷണൽ ഇൻകം. നമ്മൾ നാഷണൽ ഇൻകം ഫസ്റ്റ് തന്നെ പറഞ്ഞു. നാഷണൽ ഇൻകം ആണ് ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. എല്ലാവർക്കും അറിയാം, നാഷണൽ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എന്ത്, നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ രാജ്യം എന്താവും, ഡെവലപ്ഡ് ആവും. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഇതാണ് നമ്മുടെ ഈ ഒരു. Okay, now we are going to learn how to compare different countries' national income. National income മറ്റു കൺട്രിയുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻകം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട് ഓഫ് മെഷറിംഗ് ഇൻ ഡെവലപ്മെൻറ്റ്. എല്ലാവർക്കും അറിയാം, ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്, ഇൻകം. അപ്പോൾ ഇൻകം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മെഷർ ചെയ്യാനുള്ള ഫസ്റ്റത്തെ മെഷറിംഗ് മെത്തേഡാണ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ മാർക്കറ്റ് വാല്യൂസ് ഓഫ് ആൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് പ്രൊഡ്യൂസ് ഇൻ എ ഫൈനൽ ഇയർ ഓഫ് ദ കൺട്രി. ഒരു കൺട്രിയുടെ അവസാനത്തെ ഇയറിലെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഇൻകം അല്ലെങ്കിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂവിനെ പറയുന്ന പേരാണ് എന്ത്, നാഷണൽ ഇൻകം എന്നുള്ളത്. നെക്സ്റ്റ് മെത്തേഡാണ് ആവറേജ് ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം. ആവറേജ് ഇൻകം അല്ലെങ്കിൽ എന്താണ്, പെർ ക്യാപിറ്റ ഇൻകം. ആവറേജ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് all goods and services produced in a country with respect to population. പോപ്പുലേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് എന്ത്,
പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആവറേജ് ഇൻകം എന്നുള്ളത്. ആവറേജ് ഇൻകത്തിന്റെ മറ്റൊരു പേരാണ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാർക്കറ്റ് വാല്യൂസ് ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി in a final year. And next, the average income or per capita income. It is the ratio of total national income of a country with respect to population. Per capita income or national income. Average income. Average income also called per capita. Okay, now we can learn about World Development Report. World Development Report. എല്ലാവർക്കും അറിയാം വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എന്താണെന്നല്ലേ. അപ്പോൾ നാഷണൽ ഇൻകത്തിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വേൾഡ് ബാങ്ക് ഇറക്കിയതാണ് എന്ത് വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് നമ്മുടെ ഇന്ത്യയിൽ ആക്ട് ആവുന്നത് 2006 ഈ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് നമ്മൾ മേടിച്ചത് വേൾഡ് ബാങ്കാണ്. അപ്പോൾ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2016 brought by World Bank. Okay, we can now go to according to 2006 World Development Report. The countries are divided into two. That is low income country and high income country. ഈ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലോ ഇൻകം കൺട്രീസിനെയും ഹൈ ഇൻകം കൺട്രീസിനെയും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് കൺട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നറിയാലോ. ലോ ഇൻകം കൺട്രീസ് ആൻഡ് ലോ ഇൻകം കൺട്രീസ് and high income countries. ഈ രണ്ട് കൺട്രീസ് അതായത് ഈ രണ്ട് ഇൻകം ലെവലിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2016 നമ്മുടെ കൺട്രിയിൽ കൊണ്ടുവന്നത്. ഓക്കെ, റെഡി. അക്കോർഡിംഗ് ടു വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ടു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ലോ ഇൻകം കൺട്രീസ് ആൻഡ് ഹൈ ഇൻകം കൺട്രീസ്. ലോ ഇൻകം കൺട്രീസ് എത്രയാണ് അതിൻ്റെ ഇൻകം ലെവൽ എന്ന് നോക്കാം. ലോ ഇൻകം കൺട്രീസ് അല്ലെങ്കിൽ ലോ കൺട്രീസ് എന്ന് പറയും. അതിന് 37,000 or less than 37,000 is called low income countries, and high income countries or rich countries. Rich countries 4,53,000 or above is called rich countries. 4,53,000 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലാണ് എങ്കിൽ റിച്ച് കൺട്രീസ് എന്നും, 37,000 അല്ലെങ്കിൽ അതിനേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ ലോ ഇൻകം കൺട്രീസ് എന്നും പറയുന്നു. ഇന്ത്യ ലോ ഇൻകം കൺട്രീസിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ 28,000 അതിൻ്റെ നാഷണൽ ഇൻകം. അതുകൊണ്ട് തന്നെ ഇന്ത്യനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ലോ ഇൻകം കൺട്രീസിലാണ്. ഈ രണ്ട് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത്, ബ്രോട്ട് ബൈ വേൾഡ് ബാങ്ക് in 2006. Okay, now we can go to next topic, income and human development. അപ്പോൾ ഇൻകം ഹ്യൂമൻ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് നോക്കാം. എന്താണ് ഇൻകം, എന്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് എഡ്യൂക്കേഷൻ, സെക്കൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദി പീപ്പിൾ, ആൻഡ് തേർഡ് പെർ ക്യാപിറ്റ ഇൻകം ഓർ ഇൻകം. ഈ 3 തിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹ്യൂമൻ ഡെവലപ്ഡ് ആണെന്ന് പറയാം. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പബ്ലിഷ്ഡ് ബൈ UNDP compares countries based on the education level of the people, their status of health and per capita income or income. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്താണ് ഹ്യൂമൻ ഡെവലപ്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള 3 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒന്നാമത്തേത് എഡ്യൂക്കേഷൻ ലെവൽ, രണ്ടാമത്തേത് പീപ്പിൾസിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ്, മൂന്നാമത്തേത് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പീപ്പിൾസിൻ്റെ വരുമാനം ഒരു ഇൻകം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം.
ആദ്യത്തേതാണ് എന്ത്? ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്? ആർക്കെങ്കിലും അറിയോ? ഇല്ല. നമുക്ക് നോക്കാം. It indicates the number of children that die before the age of 1 year as proportion to 1000 lives. ആയിരക്കണക്കിന് കുട്ടികൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്ര കുട്ടികൾ, ഒരു വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ആണ് എന്ത്? ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. സെക്കൻഡ് വൺ ഈസ് ലിറ്ററസി റേറ്റ്. ലിറ്ററസി റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്? എഡ്യൂക്കേഷൻ ലെവലാണ്. അല്ലെങ്കിൽ ആരൊക്കെ ലിറ്ററേറ്റ് ആണ്, ലിറ്ററേറ്റ് പീപ്പിൾ എത്ര എണ്ണം ഉണ്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് നൽകാൻ പറയുകയാണ്, ഇറ്റ് മെഷേഴ്സ് ദ പ്രൊപ്പോർഷൻ ഓഫ് ലിറ്ററേറ്റ് പീപ്പിൾ പോപ്പുലേഷൻ ഇൻ ദ 7 and above ഏജ് ഗ്രൂപ്പ്. അതായത് 7 വയസ്സും 7 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകൾക്ക് എത്ര പോപ്പുലേഷൻ ലിറ്ററേറ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലിറ്ററസി റേറ്റ്. Third one, net attendance ratio. Net attendance ratio, it is the total number of children of age group 6 to 10 attending the school as the percentage of total number of children in the same age group. അതായത് 6 മുകളിലുള്ള 6 to 10 വരെയുള്ള കുട്ടികളിൽ എത്ര ആൾക്കാർ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതേ ടൈമിൽ ആദ്യ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ. അതായത് ഇറ്റ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് ഏജ് 6 to 10 അറ്റൻഡിങ് സ്കൂൾ ആസ് ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ സെയിം ഏജ് ഗ്രൂപ്പ്. സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളും പിന്നെ എത്ര ആൾക്കാരാണ് 6 മുതൽ 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾ സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നു, അതിനെ പറയുന്ന പേരാണ് നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ. നെക്സ്റ്റ് വൺ, സെക്സ് റേഷ്യോ. സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഫീമെയിൽ ആൻഡ് മെയിൽ. എത്ര മെയിൽസിന് എത്ര ഫീമെയിൽസ് ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സെക്സ് റേഷ്യോ. ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ പെർ തൗസൻഡ്സ് ഓഫ് മെയിൽ. അതായത് ആയിരക്കണക്കിന് മെയിലിന് എത്ര ഫീമെയിൽസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന indicator ആണ് സെക്സ് റേഷ്യോ. The last and final indicator of human development is life expectancy. Life expectancy എന്ന് പറഞ്ഞാൽ the minimum age up to which an adult lives in the life expectancy. ഒരു അഡൾട്ട് എത്ര കാലത്തോളം ജീവിക്കും എന്ന്, അല്ലെങ്കിൽ എത്ര ഏജ് വരെ, മിനിമം എത്ര ഏജ് വരെ ജീവിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? പിന്നെ പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡോളേഴ്സിലാണ്. ഫോർ ഓൾ കൺട്രീസ്, എല്ലാ കൺട്രീസിനും എന്താണ്? ഡോളേഴ്സിലാണ് പെർ ക്യാപിറ്റ ഇൻകം മെഷർ ചെയ്യുന്നത്. പെർ ക്യാപിറ്റ ഇൻകം ഈസ് മെഷേഴ്സ് ഇൻ ഡോളേഴ്സ്. Okay, now we can move to measuring development. എങ്ങനെയാണ് ഡെവലപ്മെന്റ് മെഷർ ചെയ്യാന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? GNP, സെക്കൻഡ് GDP, തേർഡ് GNI. ഫസ്റ്റ് വൺ GNP. GNP എന്നാൽ എന്താ? ഇപ്പോൾ GNPയുടെ ഫുൾ ഫോം ആണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് എന്ത്? GNP. GNP measures the total value of recorded goods and services produced by a country within a year. ഒരു വർഷത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂവിനെ പറയുന്ന പേരാണെന്ത്? GNP or Gross of National Product. അപ്പോൾ GNP ഒന്നുകൂടി പറയാം. ഇറ്റ്സ് ദ ടോട്ടൽ വാല്യൂ ഓഫ് റെക്കോർഡഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ എ ഇയർ ഓഫ് എ കൺട്രി. സെക്കൻഡ് വൺ, ഗ്രോസ് ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP. എന്താണ് GDP? GDP തന്നെ ഇതന്നെയാണ്. എന്താണ്? ടോട്ടൽ വാല്യൂ ഓഫ് റെക്കോർഡഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് produced in a given year. മറ്റ് വിത്തിൻ എ ഇയർ. മറ്റ് GNP എന്തായിരുന്നു? വിത്തിൻ ഇയർ ആയിരുന്നു.
ഇവിടെ GDP പറയുന്നത് എന്താണ്? ഗിവൺ ഇയറിൽ എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് റെക്കോർഡ് ചെയ്യപ്പെട്ട ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ കൺട്രിയിൽ ഒരു പെർട്ടിക്കുലർ ടൈം തന്നിട്ടുണ്ട്. ടൈം പീരീഡിനുള്ളിൽ എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനെ മെഷർ ചെയ്യുന്നതിനാണ് എന്താ പറയുക? GDP. അപ്പോൾ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു ഗ്രോസ് ഓഫ് നാഷണൽ ഇൻകം ഓർ GNI. or gross of national income. ഇതെന്ന് പറഞ്ഞാൽ മോണിറ്ററി വർത്ത് ഓഫ് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി പ്ലസ് ഇൻകം റിസീവ്ഡ് ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്സൈഡ് ദ കൺട്രി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഗുഡ്സും ഇവിടെ ഉള്ള ഗുഡ്സും പാടെ ഒരുമിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നതിനാണ് GNP എന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്ററി വർത്ത് ഓഫ് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി പ്ലസ് ഇൻകം റിസീവ്ഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്സൈഡ് ദ കൺട്രി. ഔട്ട്സൈഡ് കൺട്രിയിൽ നമ്മൾ എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് ഇറക്കി, നമ്മുടെ കൺട്രിയിൽ എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തു, ഇത് രണ്ടും പ്ലസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് GNI or gross of national income. Okay, now we can move to sustainable development, the last and final topic of our economics chapter development. അപ്പോൾ നമ്മൾ ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കണം. ആർക്കെങ്കിലും അറിയോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്ന്? നമുക്ക് നോക്കാമല്ലേ, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് is defined as the development that meets of the present without compressing the ability of future generation. അതായത് എന്താണ് നമ്മൾ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് മീൻസ് അതായത് ഈ റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മളെ വാട്ടർ ഇതൊക്കെ എന്താണ് ഫ്യൂച്ചർ ജനറേഷനും പാടെ കൂടിയിട്ട് എടുത്തു വെക്കുന്നതിനെയാണ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് മറ്റു ജനറേഷനും ഈ റിസോഴ്സസ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സസ്റ്റെയിൻ ചെയ്യണം റിസോഴ്സസിനെയും മറ്റും. അതിനെ പറയുന്ന പേരാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇപ്പോൾ സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ റിസോഴ്സസ് അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ റീസൺ ആണെന്ത്? ഓവർ യൂസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. കൂടുതൽ ഗ്രൗണ്ട് വാട്ടറിന്റെ ഉപയോഗം, അതായത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ഈ ഗ്രൗണ്ട് വാട്ടറിനെ. അപ്പോൾ നമ്മൾ ഈ കൂടുതലായിട്ട് വാട്ടർ എടുത്താൽ മറ്റു ജനറേഷന് അത് യൂസ് ചെയ്യാൻ കഴിയൂല. ഇപ്പം തന്നെ നമുക്കറിയാം വരൾച്ച, അങ്ങനെ ഫ്ലഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഓവർ യൂസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അങ്ങനെ നമ്മൾ കൂടുതൽ റിസോഴ്സസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഡിസീസസും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് റീസൺ ആണ് എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസിന്റെ എക്സോഷൻ അല്ലെങ്കിൽ ഉപയോഗത്തിന് കൂടുതൽ, അല്ലെങ്കിൽ മൈനിങ്ങും കോറിങ്ങും ഒക്കെ കൂടിയാൽ എന്താണ് നമ്മൾ മൈനിങ് ഒക്കെ ഡീപ്പായിട്ടാണ് ചെയ്യുന്നത്. മൈനിങ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. മൈനിങ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഡീപ്പായിട്ടാണ് നമ്മൾ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുഴിച്ചെടുക്കുമ്പോൾ എന്താണ് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ റിസോഴ്സസ് ഒക്കെ മറ്റു ജനറേഷനെ എൻജോയ് ചെയ്യാൻ കഴിയില്ല നമ്മളിതിങ്ങനെ എക്സ്പ്ലോർ ചെയ്താൽ. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എടുത്തു വെക്കുന്നതിനാണ് എന്താ പറയുക സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ നോക്കുക, പിന്നെ നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതോടുകൂടി നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ചാനലാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? മാക്സിമം സപ്പോർട്ട് ആക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അപ്പോഴത്തുള്ള താഴെയുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ആൻഡ്